ഹായ് ഗൈസ്, നമ്മൾ എന്നുള്ളത് ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്റെ കൂടെയുള്ളത് നെസ്രിനാണ്, മലപ്പുറംകാരിയാണ്, ഫസ്റ്റ് ഇയർ MIT സ്റ്റുഡന്റ് ആണ്. നമുക്ക് നെസ്രിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. ഹായ് നെസ്രിൻ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, ഒരു ഏട്ടൻ ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ ഹർഷനെ പറ്റി എങ്ങനെയാണ് കേട്ടത്? ഹർഷ ഞാൻ ഏജൻസ് ത്രൂ ആണ് അറിഞ്ഞത്. അപ്പോ കേട്ടപ്പോ നല്ല കോളേജാന്ന് തോന്നി. അപ്പോ അഡ്മിഷൻ എടുത്തു അല്ലേ? അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ്, റേഡിയോളജി സ്റ്റുഡന്റ് ആണ്. അപ്പൊ എങ്ങനെയുണ്ട് സിലബസ് ഒക്കെ? പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കോഴ്സാണ് ഈ MIT എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അത് പഠിച്ചെടുക്കാൻ പറ്റും. അത്ര ടഫ് സിലബസ് അല്ല എന്നാണ് ഇപ്പൊ നെസ്രിൻ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ എങ്ങനെയായിരുന്നു അഡ്മിഷൻ എടുത്തത്? അഡ്മിഷൻ ഏജന്റ് വഴി അങ്ങനെ കോളേജ് വന്ന് കണ്ട് അങ്ങനെ എടുത്തു അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയാ വീട്ടിൽ നിന്ന് റീച്ചബിലിറ്റി ഒക്കെ എങ്ങനെയാ പോകുന്നത്? ഞാൻ ട്രെയിനിന് യശ്വന്തപുരം ടു അങ്ങനെ ട്രെയിനിന് കയറി വരാറാണ്. അവൈലബിൾ ആണ്. അതെ, ബസ് ഉണ്ട് ബസ്സും ട്രെയിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റലാണോ അതോ PG ആണോ? ഞാൻ PG ആണ്, ഔട്ട്സൈഡ് ആണ് നിൽക്കുന്നത്. അവിടെ മലയാളീസ് നടത്തുന്ന PG? അതെ, മലയാളീസ് തന്നെ, കോളേജിന്റെ തന്നെ PG ആണ്. പിന്നെ കേരള ഫുഡ് ഉണ്ട്, ഫുഡും എല്ലാം അടിപൊളിയാണ്. പിന്നെ റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ ഞങ്ങൾ 6 ഷെയറിംഗ് ആണ്. 6 ഷെയറിംഗ് അല്ലാണ്ട് ഇപ്പൊ 4 ഷെയറിംഗ് അങ്ങനെ വരുന്നുള്ളൂ. നമ്മുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റില്ല റൂം കാര്യങ്ങളൊക്കെ. ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ഹോസ്റ്റൽസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പുറത്ത് നിൽക്കാം, അല്ലെങ്കിൽ ക്യാമ്പസിന്റെ അകത്ത് നിൽക്കാം അല്ലേ? ഓക്കെ. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ? ഇവിടെ ഹർഷോത്സവം ഉണ്ട്, നമുക്ക് 4 days വരുന്ന സ്പോർട്സ്, ആർട്സ്, പിന്നെ എത്തനിക് ഡേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മളെ വെക്കേഷൻ ടൈമൊക്കെ വിഷു ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ ആ ടൈമിലൊക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റും, ലീവ് ഒക്കെ തരാറുണ്ട്. പിന്നെ നമുക്ക് ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ വാർഡന് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവല്ലോ. സേഫ് ആണല്ലോ അല്ലെ ക്യാമ്പസ്? ക്യാമ്പസ് ഒക്കെ സേഫാ, സെക്യൂരിറ്റി എല്ലാം ഉണ്ടല്ലേ. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാ? ഫാക്കൽറ്റീസ് മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്, കുറെ മലയാളി ഫാക്കൽറ്റീസ് ആണ് കൂടുതൽ. മലയാളി ഫാക്കൽറ്റീസ് കൂടുതലുള്ള ഒരു കോളേജാണ് കേട്ടോ ഹർഷ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ഹർഷ. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കുമല്ലോ. ലാംഗ്വേജ് ബാരിയർ ഒന്നും വരുന്നുണ്ടാവും? ഇല്ല. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ കൂടുതൽ എങ്ങനെയാ മെജോറിറ്റി മലയാളി സ്റ്റുഡൻസ് ആണോ? ഒരുപാട് പേര് പുറത്ത് എന്തായാലും ബാംഗ്ലൂർ ഓപ്റ്റ് ചെയ്ത് പഠിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഇല്ല? അതെ, ഇവിടെ പൊതുവെ മലയാളി സ്റ്റുഡൻസ് ആണ് കൂടുതൽ. ക്ലാസ്സിലാണെങ്കിൽ പോലും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ആണ്. എല്ലാവരായിട്ട് ഇപ്പൊ നല്ല കമ്പനിയൊക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഹർഷ എടുക്കുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണല്ലോ, സെക്കൻഡ് ഇയർ ആയിരിക്കുമല്ലോ ക്ലിനിക്കൽസ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങക്ക് തുടങ്ങിയിട്ടില്ല. പോകുന്ന സമയം. ഓക്കെ. പിന്നെ ഇപ്പൊ ഹർഷ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന്, ഇപ്പൊ ഓപ്റ്റ് ചെയ്ത് റേഡിയോളജി എടുത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്, പിന്നെ ഹർഷ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഹർഷ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നല്ല മറ്റു ഫാക്കൽറ്റീസ് ഉണ്ട് ഇവിടെ, പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സൗകര്യങ്ങളും എല്ലാം നല്ലതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഹർഷ വെച്ച് നോക്കുന്ന സമയത്ത് ആള് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കെ. ഇപ്പൊ മലയാളീസ് ഉണ്ട്, മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരു 85% മലയാളി സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ഹർഷ വന്ന് കണ്ടതിൽ. അപ്പൊ എന്തായാലും നെസ്രിൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റുഡൻസിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു നെസ്രിൻ.